കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്കുള്ള എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളൊരു കാര്യത്തിലാണ്. പാരിപ്പള്ളി ജംഗ്ഷൻ, കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോ, ബസ്സിൽ എത്തുന്നവർക്ക് ഒരു ഓട്ടോയെ സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്താം? ചേട്ടാ നമസ്കാരം, എന്താണ് പേര് ചേട്ടൻ്റെ? സുരേഷ് എന്നാണല്ലേ? ചേട്ടാ ഇവിടെ ഒരു അടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, വവ്വാക്കുന്നമ്പലം. ഈ വവ്വാക്കുന്നമ്പലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാമോ? ഓക്കെ. എങ്ങനെയാ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ ആണുള്ളത് അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നതാണോ? എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ഓക്കെ. 3 കിലോമീറ്റർ പോകുന്നതിന് എത്ര രൂപ ചാർജ്? 90 രൂപയാണ് മേടിക്കുന്നത്. 90 രൂപയാണ്. അപ്പൊ നമ്മളെ അവിടെ എത്തിക്കാമോ? എത്തിക്കാം. ശരി. പോവാം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തു നിന്നൊക്കെ ഇവിടെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെ നിർത്തുന്ന സ്ഥലമാണല്ലേ? വണ്ടി നിർത്തും. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലമുണ്ട്, പരവൂരുണ്ട്, വർക്കലയുണ്ട്. അപ്പൊ ഈ പരവൂര് വരുന്നവർക്കും കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഓട്ടോ ഉള്ളത്. ഇതിപ്പോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏത് റൂട്ടാണ്? ഇത് പരവൂർ റൂട്ടാണ്. ഇത് നമ്മൾ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂർ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ളത്. മെഡിക്കൽ കോളേജ്. ഈ കൊല്ലം മെഡിക്കൽ കോളേജ് ഇവിടെയാണ് അല്ലേ? ശരി. അപ്പൊ ഈ നമ്മുടെ ഈ ക്ഷേത്രം വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഈ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ഇതേതാ ജംഗ്ഷൻ? ഇത് മയിലാടുംപാറ എന്ന് പറയും. ഈ ജംഗ്ഷന് മയിലാടുംപാറ എന്നാണ്. അപ്പൊ ചേട്ടാ നമ്മളിപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂര് റൂട്ടിലോട്ട് വന്നു. അപ്പൊ ഒരു ഏകദേശം 250 മീറ്റർ ആയോളം തോന്നുന്നു. മയിലാടുംപാറ എന്ന് പറയുന്ന ജംഗ്ഷൻ ഇടതോട്ട്, അതായത് നമ്മൾ നേരെ പോയാൽ മെഡിക്കൽ കോളേജാണ്. ഇടതോട്ട് കയറി, ഈ ഇടതോട്ട് കയറുമ്പോ ഇവിടെ ഈ ഗ്യാസ് ലോറികളൊക്കെ പോകുന്നു. ഇവിടെ ഗ്യാസ് ഓടമുണ്ട്. ഇവിടെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റ് ഉണ്ടല്ലേ? അപ്പൊ ഈ പ്ലാന്റിന്റെ റോഡിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഏകദേശം ഒരു അമ്പലത്തിലെത്താൻ 2 കിലോമീറ്റർ വരുമോ? 2 കിലോമീറ്റർ 2 പോയിന്റും വരും. അപ്പൊ ഒരു 3 കിലോമീറ്ററിനകത്ത് മാക്സിമം കറക്റ്റ് പറഞ്ഞ ഒരു 2.25 കിലോമീറ്റർ വരും അല്ലേ? അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിച്ച് പോവുകയാണ്. ഇത് ഗ്യാസ് പ്ലാന്റിലേക്കുള്ള വഴിയാണ്. ഈ ഗ്യാസ് പ്ലാന്റിലേക്കാണ് ഈ ഗ്യാസ് നിറച്ച ലോറികളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? ചേട്ടനിവിടെ എത്ര നാളായിട്ട് ഓട്ടോ ഓടുന്നു? ഞാൻ 7 മാസം വണ്ടി ഓടുന്നതാണ്. 7 മാസമായിട്ട് ഓടുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഓടുന്നുണ്ട്. ഈ അമ്പലത്തിലേക്ക് തന്നെ കൂടുതൽ ഓട്ടങ്ങളൊക്കെ വരുന്നത്. ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിക്കൽ കോളേജിലേക്കും ഈ അമ്പലത്തിലേക്കും ആയിരിക്കും. അമ്പലത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാരിപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് ഇപ്പൊ വരുന്നത്. ഈ ഒരു കഴിഞ്ഞൊരു 1-2 വർഷമായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയത് അല്ലേ? എവിടെ നിന്നൊക്കെയാണ് ചേട്ടാ കൂടുതൽ ആൾക്കാർ വരുന്നത്? കണ്ണൂര്, കാസർഗോഡ്, എറണാകുളം, കോട്ടയം, പാലക്കാട്, ഇങ്ങനെ എല്ലാ വഴിയും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. തമിഴ്നാട്ടിലും ഉണ്ടല്ലേ? ഒരുപാട് കണ്ണൂര്, മംഗലാപുരം, ഗോവയിൽ ആളുകൾ വരുന്നുണ്ട്. ആവശ്യം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കൊച്ചിങ്ങൾക്ക് സുഖമില്ലാത്ത വരും, കാല് വയ്യാത്ത വരും, എല്ലാം വന്നപ്പോ ഒരുപാട് ജനങ്ങൾ വണ്ടി ഇരിക്കുന്ന ജനങ്ങൾ പറയുന്നതാണ്. തൊഴുത് കഴിഞ്ഞാൽ വിളിയേക്കുമെന്നുള്ള എന്നാണ് അത് പറയുന്നത്. എനിക്കതേ അറിയാവൂ. ഞാൻ അവിടെ വണ്ടി ഓടി, ഞാൻ അമ്പലത്തിൽ തൊഴുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാറില്ല. ഉണ്ട്, അവിടെ പോകും. ഞാൻ അവിടെ മാമന്റെ ഒറ്റ കഴിവ് തന്നെ അമ്പലം പോണത്. ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. അതങ്ങനെ അധികം ഒന്നും എവിടെ ഇല്ലാത്ത കേരളത്തിൽ ഒരമ്പലം ഉള്ളെന്ന് തോന്നുന്നു. ഈ അമ്പലം ഒരൊറ്റ അമ്പലേ ഉള്ളു ഇവിടെ. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഭൂമിയിൽ തന്നെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു അമ്പലം ആണെന്നാണ്. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ആദ്യമൊക്കെ അവിടെ വരുമ്പോ അവര് പറയുന്നത് ഈ വെള്ളി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും ജനം വരുന്നത്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളിലും കൂടുതലായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയത്. പഴയ കണക്ക് തന്നെ നല്ല ആളായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ആളുകൾ വരുന്നുണ്ടല്ലേ? നല്ല ആൾക്കാരുണ്ട്, സഹകരണങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോ ഈ ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം ഒരു 10 പേരെങ്കിലും നിങ്ങളുടെ ഹോട്ടലിൽ വെള്ളിയാഴ്ചയും
ഞായറാഴ്ചയും ചൊവ്വാഴ്ചയിലും നല്ല ഓട്ടങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഓട്ടം കാണും, ചില ദിവസങ്ങളിൽ ഓട്ടം കാണത്തില്ല. വണ്ടി ഏറ്റവും കൂടുതൽ ദൂരം വരുന്ന വണ്ടികളാണ്. ഈ അമ്പലത്തിന്റെ ഭാഗത്തോട്ട് ബസ് സർവീസ് കുറവാണല്ലോ, ബസ് സർവീസ് ഇല്ല. അതുകൊണ്ട് ഈ ഇവിടെ വരുന്നവർക്ക് കൂടുതൽ ഈ ഓട്ടോ പാരിപ്പള്ളി ഇറങ്ങിയാലും പല ഇറങ്ങിയാലും ആട്ടോക്കാർക്ക് പൈസ ഓട്ടം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ 2 വണ്ടി ഉണ്ട്. ബാക്കി വണ്ടി പാരിപ്പള്ളി നമ്മൾ ട്രിപ്പ് അടിച്ചുകൊണ്ട് ഉണ്ടാക്കൂടാ. 90 രൂപ വെച്ച് മേടിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ പിന്നിട്ട് ഇവിടെ ഈ ഗ്യാസ് പ്ലാന്റ് 1 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്റർ ആവും. ഇപ്പൊ ഈ കാണുന്ന ഈ മതില് ഈ പാരിപ്പള്ളി ിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന്റെ മതിലാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഗ്യാസ് വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്ലാന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോറികളൊക്കെ കാണാം അല്ലേ? ഇപ്പോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇതൊരു പെട്രോൾ പമ്പാണ്. ഇത് നമുക്കൊരു അടയാളമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിനോട് ചേർന്നുള്ള ഒരു പെട്രോൾ പമ്പാണ്. അപ്പോ ഏകദേശം നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ അടുത്തോട്ട് എത്താറായി. ഒരു 4-5 പോയിന്റ് ഓടിയാൽ മതി. ഒരു 5 പോയിന്റ് കൂടെ ഓടിയാല് നമ്മൾ അവിടെ എത്തും. ഈ ഇത് ഇപ്പോ ഈ കാണുന്ന ഇവിടെ ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന്റെ ഒരു എൻട്രൻസ് ആണിത്. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു 4-5 പോയിന്റ് മുന്നിലോട്ട് പോകുമ്പോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പക്ഷേ ആദ്യം ഒരു 2 വർഷം മുമ്പൊക്കെ 2-3 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മാത്രം പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്പലമാണ് അല്ലേ? വെളിയിൽ ആളുകൾ വരുന്നുണ്ടായിരുന്നില്ല, മുമ്പും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഭയങ്കര ഫ്ലോ ഉണ്ടായത്. ദേശങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിഞ്ഞ് ഉള്ള ഒരു പബ്ലിസിറ്റിയാണ്. ഇന്ന് ഉണ്ടാക്കി പത്തനംതിട്ട ഭാഗത്തേക്ക് ഉണ്ടാക്കിയായിരുന്നു, കോന്നിയിലുള്ള ഉണ്ടാക്കിയായിരുന്നു. നമ്മള് ഏകദേശം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് വലതോട്ട് തിരിയണം അല്ലേ? ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് നമ്മള് മയിലാടുംപാറ എന്നുള്ള സ്ഥലത്ത് നിന്ന് കയറിയിട്ട് ഇതിപ്പോ ഇത് സ്ഥലം ഏതാ? മൈലവള എന്നുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ അമ്പലത്തിലേക്ക് തിരിഞ്ഞു കയറുന്ന വഴി അല്ലേ? ഈ അമ്പലത്തിലേക്കുള്ള ഒരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊരു 250 മീറ്റർ വരുമോ ഇവിടുന്ന്? 2 പോയിന്റ് വരും അല്ലേ? 2 പോയിന്റ് എന്ന് പറയുമ്പോൾ 200 മീറ്റർ. 200 മീറ്ററിന്റെ അകത്ത് വരുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഏകദേശം അമ്പലത്തിന്റെ അമ്പലം എത്തി. അപ്പൊ ഇതാണ് ഈ നമ്മള് ഇപ്പൊ ഒരുപാട് ആളുകള് കഴിഞ്ഞ ഏതാനും 1-2 വർഷമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്ന ആ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഞങ്ങൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നമ്മളൊരു ഓട്ടോയിൽ ആണ് ഈ അമ്പലത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2.2 പോയിന്റ് ഉള്ളതായിട്ടാണ് ഈ ഓട്ടോ ചേട്ടൻ. അതായത് 2 കിലോമീറ്ററും 200 മീറ്ററുമാണ് കൃത്യമായിട്ട് ഈ അമ്പലത്തിലേക്കുള്ള ദൂരമെന്നാണ്. ഞങ്ങളിപ്പോ ഈ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് 2.2 കിലോമീറ്റർ പിന്നിട്ട് ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് ഈ ഓട്ടോയിലാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ ഈ 2.2 കിലോമീറ്റർ പിന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ ഓട്ടോയ്ക്ക് എത്ര ചാർജ് ആയെന്ന് ആ ചേട്ടനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചേട്ടാ, ഈ ഇവിടേക്ക് ഇപ്പോൾ നിങ്ങള് ആളുകളെ കൊണ്ടെത്തിക്കുമ്പോൾ അതായത് 2.2 കിലോമീറ്റർ ആണ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു എന്താണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്ന വെച്ചാൽ 3 കിലോമീറ്റർ പൈസ മേടിക്കുന്നത്. ഏകദേശം എത്ര രൂപ? ഒരു 90 രൂപ വരുമായിരിക്കും അല്ലേ? 90 രൂപ ഓട്ടോ ഉണ്ടല്ലേ? അപ്പോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം, വെള്ളി, ഞായർ, ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ആദ്യ സമയത്തൊക്കെ ഇവിടെ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല. എല്ലാ ദിവസവും ഇവിടെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമറാമാൻ വിപിൻ വേണൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.